ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസിറ്റീസ് 5-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം മുതൽ. കാമക്രോധം വിമുക്താനാം യതീനാം യത ചേതസാം അഭിതോ ബ്രഹ്മ നിർവാണം വർത്തതേ വിധി താത്മനാം. കാമക്രോധ വിമുക്താനാം യതീനാം യത ചേതസാം അഭിതോ ബ്രഹ്മ നിർവാണം വർത്തതേ വിധി താത്മനാം. मंजू माता जी, सावित्री माता जी. हरे कृष्णा। ओम नमो भगवते वासुदेवाय। काम क्रोध विमुक्तानां यतीनां यतचेतसाम् अभीतो ब्रह्म निर्वाणं वर्तते विदितात्मानां। हरे कृष्णा। ओम नमो भगवते वासुदेवाय। काम क्रोध विमुक्तानां यतीनां यतचेतसाम् अभितो ब्रह्म निर्वाणं वर्तते विदितात्मनाम् आत्मनां। हरे कृष्णा। कृष्णा रोशी माता जी. हरे कृष्ण प्रभु। ओ नमो भगवते वासुदेवाय। काम क्रोध विमुक्तानां यतीनां यतचेतसाम् अभितो ब्रह्म निर्वाणं वर्तते विदितात्मनां। हरे कृष्ण। श्रीदेवी माता जी. हरे कृष्णा। ओम नमो भगवते वासुदेवाय। काम क्रोध विमुक्तानां यदीनां यदचेतसाम् अभिदो ब्रह्म निर्वाणां वर्तते विदितात्मनां। हरे कृष्ण। रजनी माता जी. हरे कृष्णा। काम क्रोध विमुक्तानां यतीनां यतचेतसाम् अभितो ब्रह्म निर्वाणं वर्तते विदितात्मनां। हरे कृष्णा। विवर्तനം കൂടി വായിച്ചോളൂ മാതാ ജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. കാമക്രോധങ്ങൾ ഒഴിച്ച് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്കു വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. Those who are free from anger and all material desires, who are self-realized, self-disciplined and constantly endeavoring for perfection, are assured of liberation in the supreme in the very near future. എന്താണ് പറയുന്നത്? കാമം, ക്രോധം, കാമക്രോധം, ഇതിൽ നിന്നാണ് നമുക്ക് മുക്തി കിട്ടുന്നത്. ഇതിൽ നിന്ന് മുക്തി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ പറ്റും. പതുക്കെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഈ മെറ്റീരിയൽ ഹാങ്കറിങ്സ്, എന്താണ്, അനർത്ഥങ്ങളിൽ നിന്ന്, കാമക്രോധ ലോഭമോഹ മതമാസര്യം, ഇതിൽ നിന്ന് നമ്മൾ മുക്തി കിട്ടണം. അപ്പോഴേ നമുക്ക്, അതായത് ഇതിന്ന് ഡിറ്റാച്ച് ചെയ്താൽ, അല്ലെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്താൽ ഇതിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹയർ ടേസ്റ്റിൽ അറ്റാച്ച് ചെയ്യണം. ഭഗവാന്റെ കാര്യങ്ങളുടെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നീ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ ബാക്കി ഭൗതിക തലത്തിലുള്ള ആ അനർത്ഥങ്ങളിൽ നമുക്ക് വിരക്തി കിട്ടും, ഡിറ്റാച്ച്മെന്റ്. അപ്പൊ അങ്ങനെ വിരക്തി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ.
ഒരു പ്രോഗ്രഷൻ, ഓക്കെ, ഒരു പുരോഗമനം, ആധ്യാത്മ പാതയിൽ ഒരു പുരോഗമനം സംഭവിക്കണമെങ്കിൽ നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിരക്തി നേടണം. അല്ലാണ്ട് നമുക്ക് അത് നടക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ റെഗുലേഷൻ, ഡിസിപ്ലിൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള അതീവ്രമായിട്ടുള്ള ആഗ്രഹം ജനിക്കണം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ. എന്നാൽ മാത്രമാണ് നമുക്ക് മുക്തി, ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് മുക്തി കിട്ടും. മുക്തി എന്ന് പറഞ്ഞാൽ ഭഗവത് സേവ, ഭക്തിയുത സേവനം. നിർമ്മാണമോഹ ജിതസംഗദോഷ അധ്യാത്മ നിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്ത സുഖ ദുഃഖ സംനീർ ഗച്ഛന്ത്യ മൂഢ പദം അവ്യയം തത്. ഓക്കെ, നിർമ്മാണമോഹ ജിതസംഗദോഷം, അതായത് മാനം, അഭിമാനം. നമ്മളെല്ലാവർക്കും എന്താണ്? റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇതാണ് നമ്മൾ സാധാരണ പറയുക, അല്ലേ? ഗീവ് റെസ്പെക്ട് ദെൻ ടേക്ക് റെസ്പെക്ട്. പക്ഷെ ഇവിടെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം he gives respect but doesn't expect respect. ഭൗതിക ലോകം അങ്ങനെയാണ്. നമ്മളെപ്പോഴും ഒരു ഭക്തനായതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ ആദരിക്കണം. അത് മനുഷ്യന് മാത്രമല്ല, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഫ്രം ബ്രഹ്മ ടു ഈവൻ എ സ്മോൾ ആൻഡ്, ബ്രഹ്മാവ് മുതൽക്ക് ചെറിയ ഒരു ഉറുമ്പ് വരെ നമ്മളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. കാരണം അവരെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ഭഗവാന്റെ അംശമാണ്. അമയവാംശോ ജീവലോകി ജീവഭൂത സനാതന. അതുകൊണ്ട് ഭഗവാന്റെ ഡിവിനിറ്റി, ഭഗവാന്റെ ആ സ്പിരിച്വൽ സ്പാർക്കാണ് നമ്മുടെ ഇൻഡിവിജ്വൽ സോൾ. അത് എല്ലാവരുടെ ഹൃദയത്തിലും ഒന്നാണ്. ഓക്കെ, പറയുന്നില്ലേ, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടവും. സർവസ്യ ചാഹം, എല്ലാവരുടെയും ഹൃദയത്തിലും. മനുഷ്യൻ മാത്രമല്ല, മനുഷ്യൻ മാത്രമാണെങ്കിൽ നമുക്ക് പറയാം, ഇതല്ല, സർവസ്യ ചാഹം, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായിട്ട് കൊടികൊള്ളുന്നുണ്ട്. അത് ഒരു ഉറുമ്പിന്റെ ഹൃദയത്തിലും, എൻ്റെ ഹൃദയത്തിലും, നിങ്ങളുടെ ഹൃദയത്തിലും, പശുക്കളുടെ ഹൃദയത്തിലും, പക്ഷികളുടെ ഹൃദയത്തിലും എല്ലാം അതേ ഭഗവാൻ തന്നെയാണ്, പരമാത്മാവ്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ തരം താഴ്ത്തി കാണാൻ പറ്റും? ആ ശരീരമല്ല നമ്മൾ നോക്കേണ്ടത്, അതിൽ കൂട്ടിക്കൊള്ളുന്ന സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവിനെ നമ്മൾ. അത് രണ്ടാത്മാവുണ്ട്, ഒന്ന് ഇൻഡിവിജ്വൽ സോൾ, ഒന്ന് സൂപ്പർ സോൾ. ഒന്ന് ജീവാത്മ, ഒന്ന് പരമാത്മ. ഇത് രണ്ടിൻ്റെയും സെയിം കോൺസ്റ്റിറ്റ്യൂഷനാണ് സച്ചിദാനന്ദം. ഭഗവാൻ ഫുള്ളാണ്, നമ്മൾ പാർട്ടാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. ആ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നത് നമുക്ക് അവരെ തരം താഴ്ത്തി കാണാൻ പാടില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. കാരണം അവരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവം ഒന്നല്ല. പശുക്കളുടെയും പക്ഷികളുടെയും കൃമികീടങ്ങളുടെയും മനുഷ്യരുടെയും ദേവന്മാരുടെയും സ്വഭാവം ഒരേപോലല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ഹയർ ബീയിങ് ആയതുകൊണ്ട് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. പക്ഷേ എന്തിനെ ഗോഡ്ലി ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. പക്ഷെ ആത്മാവിന്റെ തലത്തിൽ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഭഗവാന്റെ. അപ്പൊ എല്ലാം നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതേപോലെ അവരുടെ തലത്തിൽ അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിന് വിഘ്നം വരാത്ത വിധത്തിൽ നമ്മൾ അവരോട് പെരുമാറണം. അവർക്കും പെയിനും പ്ലഷറും ഉണ്ട്, നമുക്കും പെയിനും പ്ലഷറും ഉണ്ട്. അവരുടെ കുറച്ച് താഴ്ന്ന ലെവലായിരിക്കും, നമ്മുടെ കുറച്ച് ഉയർന്ന ലെവലായിരിക്കും. അത്രയുള്ള വ്യത്യാസം. അവർക്കും ജീവനുണ്ട്, നമുക്കും ജീവനുണ്ട്. അവർ ജഡവസ്തു അല്ല. അവരേലും ആത്മാവുണ്ട്, നമ്മളിലും ആത്മാവുണ്ട്. പക്ഷെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല, താഴ്ന്ന ഒരു നികൃഷ്ട ജീവികളായിട്ട് കാണാൻ പാടില്ല. നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളും പൂച്ചയും പട്ടിയും നായും ഒലിയും എലിയും അതേപോലെ ആനയൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതേപോലെ പ്രകൃതി നിയമത്താൽ അവരും ഉയർന്ന തലത്തിലേക്ക് വരും, നമ്മളുടെ തലത്തിലേക്ക് വരും. അപ്പൊ ഇതൊരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഹയർ ബീയിങ്, ചിലപ്പോൾ ലോവർ ബീയിങ്, ചിലപ്പോൾ ഹയർ പ്ലാനറ്റ് സിസ്റ്റം, ചിലപ്പോൾ ലോവർ പ്ലാനറ്റ് സിസ്റ്റം, ചിലപ്പോൾ മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം. അപ്പൊ ഈ ചക്രം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവബോധം കിട്ടിയിട്ടുണ്ട്. അത് പശുക്കൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ അവബോധം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കി നമുക്ക് ഭഗവത്ധാമിൽ പോകാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുണ്ട്. ഇത് മറ്റു ജീവജാലങ്ങൾക്കില്ല. അവർക്ക് ഇതേപോലെ നമ്മളുടെ ഒരു മനുഷ്യ
ജന്മം കിട്ടിയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസമല്ലാണ്ട് മറ്റ് ജീവജാലങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല. വ്യത്യസ്ത ശരീരങ്ങളാണ് തീർച്ചയായിട്ടും, പക്ഷെ കോൺഷ്യസ്നെസ് ലെവലിലും വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാം ഭഗവാന്റെ തന്നെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മള് ഇതിൽ പറയുന്ന പോലെ നമ്മള് സാധാരണ ഭൗതിക ലോകത്തിൽ കാണുന്നത് ആ അനർത്ഥങ്ങളിൽ നിന്നും നമ്മള് വിരക്തി നേടണം. അതായത് അനർത്ഥങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കണം. കാമക്രോധ ലോഭ മോഹം അത് മാത്സര്യം അത് പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് മനുഷ്യജന്മത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഭഗവത് പ്രാപ്തി നേടാൻ പറ്റും. നമ്മൾ വീണ്ടും പശുക്കളായിട്ട് ജീവിക്കുകയാണെങ്കിൽ, പശുക്കളെന്ന് പറഞ്ഞാൽ മൃഗങ്ങളായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മളെ ആ സംയമനം കൊടുത്തിട്ടില്ലെങ്കിൽ, അതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളും പശുക്കളും അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് യാതൊരു വ്യത്യാസം കാണില്ല. അവർക്ക് 4 കാലുണ്ട്, നമുക്ക് 2 കാലുണ്ട്, അത്ര വ്യത്യാസമുണ്ട്. നമ്മൾ പാന്റും ഷർട്ടും സാരി കൊടുത്ത് പോകുന്നു, അവർ അതൊന്നും ഇല്ലാതെ പോകുന്നു. അതിനും അപ്പുറത്തായിട്ട് യാതൊന്നുമില്ല അല്ലേ? കോൺഷ്യസ്നെസ് സെയിം ആണെങ്കിൽ നമ്മൾ എത്ര വലിയ സ്യൂട്ടും കോട്ടിട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. മൃഗത്തിന്റെ കോൺഷ്യസ്നെസ് ആണ്, അവബോധമാണ് നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നെങ്കിൽ പിന്നെന്താണ് ഈ 2 കാലിൽ നടന്ന കാര്യം? നല്ല പറയുന്നത് ആഹാരനിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭി നരാനാം ധർമ്മോഹി തേശാം അധികോപി ശേഷോ ധർമ്മേണ ഹീന പശുഭി സമാൻ. ധർമ്മം, റിലീജിയസിറ്റി, ആ റിലീജിയസിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് അനർത്ഥങ്ങളെ നശിപ്പിക്കാന്നുള്ളത്, അനർത്ഥങ്ങൾ ഇല്ലാതാക്കാന്നുള്ളത്. അവർക്ക് അനർത്ഥങ്ങളില്ല. ആർക്ക്? പശുക്കൾക്ക്. മൃഗങ്ങൾക്കുണ്ടോ? പക്ഷികൾക്ക്. അവർക്ക് അനർത്ഥങ്ങൾ പ്രകൃതി നിയമമായിട്ട് എന്താണോ അത് അതിനപ്പുറം അവർ ചെയ്യില്ല. പ്രകൃതി എന്താണ് അവരോട് പറഞ്ഞിരിക്കുന്നത്? പുല്ല് തിന്നാൻ പറഞ്ഞാൽ പുല്ലേ ഇതിനുള്ളൂ, പ്രകൃതി അതാണ് പറഞ്ഞിരിക്കുന്നത്. മാംസം തിന്നാൻ പറഞ്ഞാൽ മാംസേ കഴിക്കുള്ളൂ. എവിടെ ഉറങ്ങണം? വഴിയിൽ ഉറങ്ങാൻ പറഞ്ഞാൽ വഴിയിൽ ഉറങ്ങും. നമുക്കതല്ല, നമുക്ക് ആലോചിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. വിവേക ബുദ്ധിയുണ്ട്, വിവേചന ബുദ്ധിയുണ്ട്. ഇതൊന്നും അവർക്കില്ല. അപ്പോൾ എന്നിട്ടും ഇതെല്ലാം തന്നിട്ടും നമ്മൾ മൃഗത്തിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം? ധർമ്മം അനുഷ്ഠിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് കാര്യമുണ്ട്? അപ്പൊ ഭഗവത്ഗീത പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്കാണ്. അത് നാളെ എല്ലാ മൃഗങ്ങളും ഒത്തുചേർന്നിട്ട് പറയാണ്, നാളെ രാവിലെ 8 മണിക്ക് എല്ലാവരും വരണം കേട്ടോ, ഞാൻ ഭഗവത്ഗീത വായിക്കാൻ പോവാണ്. അത് നടക്കില്ല. അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് കയറാൻ പറ്റുള്ളൂ. അവർക്ക് ഇനിയും കുറെ എവല്യൂഷണറി പ്രോസസ് ഉണ്ട്. അവരും അങ്ങനെ ആ എവല്യൂഷനിൽ കൂടെ വളർന്നു വന്ന് ഉയർന്നു വന്ന് മനുഷ്യ ജന്മം കിട്ടുമ്പോൾ മാത്രമാണ് അവർക്കും ഭഗവത് ധാമിൽ പോകാൻ പറ്റും. പക്ഷെ സംഭവിക്കും, നമ്മൾ ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും മൃഗങ്ങളാവും, വീണ്ടും പക്ഷികളാവും, വീണ്ടും വൃക്ഷങ്ങളാവും, ചെടികൊടികളാവും, കൃമികീടങ്ങളാവും. എന്നിട്ട് വീണ്ടും എത്രയോ ജന്മങ്ങൾ എടുത്തിട്ട് വേണം വീണ്ടും. അപ്പൊ ഈ ചക്രത്തിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ വീഷ്യ സൈക്കിളിൽ നിന്ന് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ റെഗുലേഷൻ ചെയ്യണം. ചില യമനിയമങ്ങൾ പാലിക്കണം. യമനിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് യമനിയമങ്ങളില്ല. അവരൊരു നേച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് പോവില്ല. നമുക്ക് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് പോകാനുള്ള എല്ലാ അവസരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞ് ചെയ്യണം. എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നെല്ലാം അറിഞ്ഞ് നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. അല്ലേ? അപ്പോ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഫുള്ളി കൃഷ്ണ കോൺഷ്യസ്, അവരെ എപ്പോഴും കൃഷ്ണ കോൺഷ്യസ്. ചില ആൾക്കാർ മിക്സ് കോൺഷ്യസ്നെസ് ആയിരിക്കും, ചില ആൾക്കാർ കണ്ടാമിനേറ്റഡ് കോൺഷ്യസ് ആയിരിക്കും. കണ്ടാമിനേറ്റഡ് പറഞ്ഞാൽ അവർക്ക് ഭഗവാനെ പറ്റിയൊന്നും അറിയില്ല. ഫുള്ളി കൃഷ്ണ കോൺഷ്യസ് അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഈ ജന്മത്തിൽ തന്നെ കിട്ടും, മുക്തി കിട്ടും. പക്ഷെ നമ്മൾ കണ്ടാമിനേറ്റഡ് കോൺഷ്യസ്നസ് ആണെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി, ഈ പ്രപഞ്ചത്തിലെ സത്യം, പരമസത്യത്തിനെ പറ്റിയും അവരാരാണ്, ഭഗവാൻ ആരാണ്, ഇതിനെപ്പറ്റി യാതൊരുമില്ല. ടോട്ടലി കണ്ടാമിനേറ്റഡ് ആണ്. കാമക്രോധ ലോപമോഹ മതമാസരി മിക്സ് കോൺഷ്യസ്നെസ്. നമ്മളൊക്കെ മിക്സ് കോൺഷ്യസ്നെസ് ആണ്. നമുക്ക് അതും വേണം ഇതും വേണം. ഭൗതിക സുഖം വേണം, ആധ്യാത്മിക സുഖം വേണം.
ഇത് അതായത് അമ്മയുടെ ഒക്കത്ത് ഇരിക്കും വേണം, അച്ഛൻ്റെ കൂടെ പോവും വേണം. രണ്ടും കൂടി നടക്കില്ല, ഏതെങ്കിലും വന്നത് കിട്ടും. അപ്പോൾ അതേപോലെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ആധ്യാത്മിക തലത്തിന്റെ മനുഷ്യർക്ക് വേണ്ടുന്ന ആ ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ആ ഒരു അവസരം പാഴാകും. അതുകൊണ്ട് നമ്മള് സന്യാസം എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല, വാനപ്രസ്ഥം എടുക്കുന്നു പറഞ്ഞിട്ടില്ല, ബ്രഹ്മചാരി ആവണമെന്നും പറഞ്ഞിട്ടില്ല. സ്ഥാനേ സ്ഥിതി, ഏത് സ്ഥാനത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ സ്ഥിതി ചെയ്തിട്ട് കൃഷ്ണാവബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സാധിക്കും. ബ്രഹ്മചാരിയാണെങ്കിൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥൻ, വാനപ്രസ്ഥനാണെങ്കിൽ വാനപ്രസ്ഥൻ, സന്യാസിയാണെങ്കിൽ സന്യാസി, അല്ലെങ്കിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഏത് വർണ്ണത്തിലും ഏത് ആശ്രമത്തിലും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സ്ഥാനസ്ഥിതി അതാ പറഞ്ഞത്, നമുക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉള്ള അതേ ജീവിതം നയിക്കുക, അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, അതിനെ കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാവബോധമാക്കുക, അത്രേ വേണ്ടു. അത്യാവശ്യം, അതായത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, സെൽഫ് പ്രിസർവേഷൻ ആണ് വേണ്ടത്. നമുക്കൊരു ഹെൽത്തി ലൈഫ് വേണം, അല്ലേ? അത് വേണം. നമുക്ക് സർവൈവ് ചെയ്യണം, അതിന് ഭക്ഷണം കഴിക്കണം, അതിന് റൊട്ടി കഫട മക്കാൻ വേണം. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്, ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അത് എത്ര ബെയർ മിനിമം നെസസിറ്റി, എത്ര ആവശ്യം അത്ര മാത്രമേ പാടുള്ളൂ, അത്ര മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. കൂടുതൽ എക്വയർ ചെയ്യാൻ, കൂടുതൽ നമ്മൾ കളക്ട് ചെയ്യാനുള്ള ആ ടെൻഡൻസി പാടില്ല. ചൈതന്യ മഹാപ്രഭു, എനിക്ക് തോന്നുന്നു മുകുന്ദ തത്തയാണ്, എനിക്ക് എക്സാക്ട്ലി പേര് ഓർമ്മയുന്നില്ല. എന്തായാലും ഒരു തൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന് പ്രസാദം കഴിച്ച ശേഷം അതായത് ഒരു നല്ല ഫ്രാഗ്രൻസ് ഫ്ലേവർ, അതായത് അടയ്ക്കാ വീട്ടില എനിക്ക് നമ്മൾ ഈ ഹോട്ടലിലേക്ക് പോകുമ്പോൾ സോമ്പ് കാര്യങ്ങൾ കിട്ടില്ലേ, മൗത്ത് ഫ്രഷ്നർ, അതേപോലെ അതിന് വേണ്ടിയിട്ട് പിന്നെ ചില സമയത്ത് ഡൈജസ്റ്റിന് വേണ്ടിയിട്ടും അങ്ങനത്തെ അടയ്ക്കാ വീട്ടില കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ അത് ഒരു ദിവസം പറഞ്ഞു എനിക്കിത് വേണമെന്ന് പറഞ്ഞു. അപ്പം മുകുന്ദ ദത്തയാണ്, അദ്ദേഹം അത് അടുത്ത എവിടെ പോയിട്ട് സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. കുറച്ച് സമയം കൊടുത്തു. ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷമായി. പിറ്റേ ദിവസം വീണ്ടും ചൈതന്യ മഹാപ്രഭു എനിക്ക് വീണ്ടും വേണം എനിക്ക്. അപ്പോൾ ഉടനെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം കൊടുത്തു. ചൈതന്യ മഹാപ്രഭു, ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം അരമണിക്കൂർ എടുത്തു നിങ്ങൾ തരാൻ വേണ്ടിയിട്ട്, ഇന്ന് ചോദിച്ചപ്പോൾ ഉടനെ നിങ്ങൾ തന്നു. എന്താ വെച്ചാൽ അപ്പം ഇന്നലെ ഞങ്ങൾ പോയില്ലേ, ഞാൻ സമയത്ത് കൂടുതൽ എടുത്തു, കുറച്ച് നിന്നയ്ക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വന്നു. ഓ അങ്ങനെയാണോ? ചൈതന്യ ഒരു കാര്യം ചെയ്യേ, അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, നീ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞു. കാരണം എന്താ? എക്യുമുലേഷൻ, സേവ് ചെയ്യുക, ശേഖരിച്ച് വെക്കുക എന്നുള്ളത് ആരുടെ ഇതാണ്? ഗൃഹസ്ഥന്മാരുടേതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശേഖരിച്ച് വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ബ്രഹ്മചാരിയായിട്ട് നിൽക്കാനുള്ള ടെൻഡൻസി അല്ല. അതുകൊണ്ട് ഉടനെ പോയിട്ട് കല്യാണം കഴിക്കണം. എന്നിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചു. കാരണം ബ്രഹ്മചാരിയോട് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ അത് മാത്രം, അത് വൈകുന്നേരത്തേക്ക് വെക്കില്ല. വൈകുന്നേരത്ത് കിട്ടിയാൽ കഴിക്കില്ലെങ്കിൽ കഴിക്കില്ല. ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് സന്യാസിമാരും ബ്രഹ്മചാരികളൊക്കെ. അവര് ശേഖരിച്ച് വെക്കുമോ, ഒന്ന് വൈകുന്നേരത്തേക്ക് നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കാം, അതല്ല അവരുടെ കാര്യം. രാവിലെ കിട്ടി അത് കഴിച്ചു, സംതൃപ്തരായി. വൈകുന്നേരം ഭഗവാൻ തരാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കില്ല. വ്യത്യസ്തമായിട്ടുള്ള സന്യാസിമാരുണ്ട്. ബഹു ചാക്ക, കുട്ടി ചാക്ക, പർവര ചാക്കാചാര്യ, പരമഹംസ, ഡിഫറെന്റ്. അപ്പോൾ ഓരോരുത്തർ ഓരോ റെഗുലേഷൻ പറയുന്നുണ്ട്, അത് പ്രകാരം അവർ ജീവിക്കണം. അല്ലാണ്ട് എക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ എക്യുമുലേഷൻ ആർക്കാണ്? നമ്മൾ നാളത്തേക്ക് വേണ്ടി വെക്കുന്ന ആരാണ്? ഗൃഹസ്ഥന്മാരാണ്. നമുക്കതിനുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ആ എക്യുമുലേഷൻ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല. മറ്റുള്ളവരുടെയും കോട്ടയും കൂടി നമ്മൾ എക്യുമുലേറ്റ് ചെയ്താൽ സൊസൈറ്റിയിൽ എന്തായ ഇംബാലൻസ് വരും, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. അപ്പോഴാണ് സ്കാഴ്സിറ്റി വരുന്നത്, അല്ലേ? സാധനം കിട്ടാതെ വരുന്നത്. നമ്മൾക്ക് ഹ്യൂമൻ ടെൻഡൻസി, പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് റോട്ടില് ഒരു ചാക്ക് അരി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ട് പോവാം. പക്ഷികൾ എന്താ ചെയ്യാം? പക്ഷികൾ വന്ന് ഓരോ ദാന, ഓരോ ഗ്രെയിന് അത് കൊത്തിയിട്ട് അതിന് ആവശ്യമുള്ള കഴിച്ച് പോവും, പറന്നു പോവും.
ഒരു മനുഷ്യൻ അത് കൂടെ വരികയാണെങ്കിൽ ആ ചാക്ക് മുഴുവൻ എടുത്തിട്ട് തോളിൽ കയറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ കൊടുത്തിരിക്കും. അല്ലേ? എന്താണത്? അത്യാഹാരം. എക്വയറിങ് മോർ, കൂടുതൽ കൂടുതൽ ശേഖരിച്ച് വെക്കുക. പക്ഷികളെ അതിന് വേണ്ടുന്ന 2 or 3 ധാന്യങ്ങൾ എടുത്തു, അത് ഹാപ്പിയായി പറന്നുപോയി. പിറ്റേ ദിവസം വന്ന സാധനം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കാണും. പക്ഷെ നമ്മളത് നമ്മളുടെ ഗോഡൗണിൽ കൊടുന്ന് വെച്ചു. അപ്പോൾ എത്രയോ പക്ഷികൾക്ക് കഴിക്കേണ്ട ആ സാധനം നമ്മൾ ആ നിക്ഷിപ്ത താല്പര്യം, ലെസ്, അത് കാരണം നമ്മൾ വീട്ടിൽ കൊടുത്തു. ബാക്കി ഒരുപാട് ആൾക്കാരെ പട്ടിണി കിടക്കുന്നു. എല്ലാവരും ചെയ്യുന്നതാണ്. ഇതാണ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിച്ചാലും നമ്മൾക്ക് എത്ര വേണം, സെൽഫ് പ്രിസർവേഷൻ എന്താണ് ആവശ്യം അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സെൽഫ് പ്രിസർവേഷൻ, നോട്ട് സെൻസ്. കൂടുതലൊക്കെ വരുന്നത്, കൂടുതൽ ശേഖരിച്ച് വയ്ക്കുന്നത് എന്താണ്? സെൻസ് ഗ്രാറ്റിഫിക്കേഷനാണ്. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10000 വേണം, 1 ലക്ഷം വേണം, കോടി വേണം. അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു ലിമിറ്റില്ലാണ്ട് പോകും. അപ്പൊ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മളുടെ മനുഷ്യജന്മത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കൃഷ്ണാവബോധത്തിൽ ഭഗവത് പ്രാപ്തി നേടാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ വഴി തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സംഘം ചേരുമ്പോൾ, ഭഗവാന്റെ കൃപ ഉണ്ടാവുമ്പോൾ, ഭക്തന്മാരുടെ കൃപ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമ്മളും നമ്മുടെ ലൈഫിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിനെ റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് എന്താണോ ബെയർ നെസസിറ്റി അത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടൂ. പറയാൻ ഈസിയാണ്, പക്ഷെ എഗെയിൻ നമ്മളത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മനുഷ്യജന്മം പാഴാവും. തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. അതാണ് കൃഷ്ണാവബോധത്തിൽ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാനും പഠിപ്പിക്കുന്നത്, പ്രഭുപാദിയും തന്നെ പഠിപ്പിക്കുന്നത്. പ്രഭുപാദ ഭക്തിവേദാന്ത പർപ്പോട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് ശരിക്കും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ പാടുള്ളൂ. എന്നാലേ നമ്മളുടെ ഈ മനുഷ്യജന്മം സാർത്ഥകമാവുന്നു. മനുഷ്യജന്മം സാർത്ഥകമാകണമെന്നുണ്ടെങ്കിൽ കാരണം ഈ മനുഷ്യജന്മം വീണ്ടും കിട്ടും നമുക്കറിയില്ല. കിട്ടുമെങ്കിൽ തന്നെ എത്ര ജന്മം എടുക്കേണ്ടത് നമുക്കറിയില്ല. അപ്പൊ ഇത് പാഴാക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ the purport പറയുന്നത് of the saintly persons who are constantly engaged in striving towards salvation, one who is in Krishna consciousness is the best of all. അതായത് മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്നവരാണ് ബെസ്റ്റ് ഓഫ് ഓൾ. കാരണം കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ അവിടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, സെൽഫ് പ്രിസർവേഷൻ, ഹെൽത്തി ലൈഫാണ്. അവിടെ അക്യുമുലേഷൻ ഇല്ല. മറ്റൊരെന്താണ്? കർമ്മയോഗ ചെയ്യുന്ന ആൾക്കാരും ജ്ഞാനയോഗം ചെയ്യുന്ന ആൾക്കാരും ധ്യാനയോഗം ചെയ്യുന്ന ആൾക്കാരും അവർക്ക് എന്താണ്? അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്. ശുദ്ധ ഭക്തിയല്ല. ജ്ഞാനികള് എന്താണ്? മെന്റൽ സ്പെക്കുലേഷന് വേണ്ടിയിട്ട്. കർമ്മയോഗികള് അവരുടെ ഫ്രൂട്ടീവ് റിസൾട്ടിന് വേണ്ടിയിട്ട്. ധ്യാനയോഗികള് പരമാത്മാ റിയലൈസേഷൻ അല്ലെങ്കിൽ മിസ്റ്റിക് യോഗ, മിസ്റ്റിക് പവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. പക്ഷെ ഭക്തന്മാർ മാത്രമാണ് കൃഷ്ണാവബോധത്തിൽ ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിലെ ഏറ്റവും മഹത്തായിട്ടുള്ള വ്യക്തികൾ ആരാണ്? ദോസ് ഹു ആർ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. They are the best of all. The Bhagavatam 4.22.39 confirms this fact as follows. Yatpada pankaja palasa vilasa bhaktya karmashayam gatitam ugrathayandi santah tadvanna riktam adayo yadayo piruddha shroto gunastam aranam bhajavasudevam. Just try to worship in devotional service Vasudeva, supreme personality of Godhead. Even great sages are not able to control the forces of senses as effectively as those who are engaged in the transcendent bliss by serving the lotus feet of Lord, uprooting the deep grown desire for fruitive activities. എന്താണ് പറയുന്നത്? ഈ ശ്ലോകത്തിൽ പറയുന്നത്, അതായത് ഭഗവാനെ ഉപാസിക്കുക. എങ്ങനെ?
ഭക്തിയുത സേവനത്തിലൂടെ. ആരാണ് ഭഗവാൻ? വാസുദേവൻ. ഓക്കെ, വാസുദേവ, ഓം നമോ ഭഗവതേ വാസുദേവായ. അതായത് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണന്റെ വേറെ പേരാണ് വാസുദേവൻ. വസുദേവന്റെ പുത്രൻ വാസുദേവൻ. സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. ഈവൻ വലിയ വലിയ ഋഷിവര്യന്മാരും കൂടിയും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഇന്ദ്രിയങ്ങളെ. കാരണം അവര് കൺട്രോൾ ചെയ്യുന്നത് സ്വന്തം പ്രയത്നത്തിലൂടെയാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, എന്താണ് വ്യത്യാസം? അവരുടെ പ്രയത്നത്തിലൂടെ അവരുടെ ഇന്ദ്രിയങ്ങളെ അവർ കൺട്രോൾ ചെയ്യാൻ പോകുന്നു. ഭക്തിയോഗീയസ് എന്താണ്? അവർ സ്വയം പ്രയത്നമല്ല, അവര് ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും ആശ്രയിച്ച് അവരുടെ ആ കൃപാകടാക്ഷത്താൽ അവര് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നുകൊണ്ട് അവരുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ മാറി നിൽക്കുന്നു. സ്വന്തം പ്രയത്നം. അപ്പൊ അതാണ് പ്രഭുപാദ് പറയുന്നത്, രാമാനുജാചാര്യരുടെ ആ ഒരു മെറ്റഫോർ, നമുക്ക് ഉദാഹരണം പറഞ്ഞ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? മങ്കി വേ ആൻഡ് കാറ്റ് ആൻഡ് കിറ്റൺ വേ. മങ്കി വേ എന്താണ്? മങ്കി, അതായത് ബേബി മങ്കി തൻ്റെ അമ്മ മങ്കിയെ പിടിച്ചിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ ആ ബേബി മങ്കി ഗ്രിപ്പ് പോയാൽ താഴെ വീണു. ആരുടെ പ്രയത്നാണ്? ബേബി മങ്കിയുടെ അല്ലേ? അത് നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വീണു. അപ്പൊ അതേപോലെയാണ് ജ്ഞാനയോഗികൾ. പക്ഷെ ഭക്തന്മാരെന്താണ്? കാറ്റ് ആൻഡ് കിറ്റൻ പോലെയാണ്. തൻ്റെ അമ്മ പൂച്ച, പൊട്ടി പൂച്ചയെ കഴുത്തിൽ പിടിച്ചിട്ട് വളരെ സേഫ്റ്റി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സേഫ്. നമുക്ക്, അതായത് ഭക്തന്മാർക്ക് യാതൊരു പ്രശ്നമില്ല, അനുവദിച്ചു കൊടുത്താൽ മതി, ആശ്രയിച്ചാൽ മതി. അപ്പോൾ നേരെ ഒരു പ്രശ്നമില്ലാണ്ട്, നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഉണ്ട്. ഭക്തന്മാർ അങ്ങനെയാണെന്ന് പറയുന്നു. ഭക്തന്മാര് അങ്ങനെയാണ്. അപ്പോൾ അതില് ഒരു പിരമിഡ് പോലെയാണ്. എനിക്ക് ആദോ ശ്രദ്ധ, സാധു സംഘ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവപ്രേമം. ഒരു പിരമിഡ് പോലെ. ആദ്യം നമുക്ക് കുറച്ച് പ്രയത്നിക്കണം. ശ്രദ്ധ ഉണ്ടായിരിക്കണം, സാധുസംഘം വേണം, ഭജനക്രിയ ചെയ്യണം. അതാ മാത്രമേ നമ്മുടെ അനർത്ഥ നിവൃത്തി സംഭവിക്കുള്ളൂ. പിന്നെ നിഷ്ഠ, രുചി. അത് കഴിഞ്ഞാൽ പിന്നെ പിരമിഡിൽ നിന്ന് ഇറങ്ങുന്ന പോലെയാണ്. വളരെ ഈസിയാണ്. ഓക്കെ, ആസക്തി, ഭാവപ്രേമ, ഇതൊക്കെ വളരെ ഈസിയാണ്. കാരണം നമുക്ക് ഒരു ഇതുമില്ല. അപ്പൊ ആ നിഷ്ഠയിൽ എത്തിക്കഴിഞ്ഞാൽ, അനർത്ഥ നിവൃത്തി എത്തിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു ജേണി വളരെ ഈസി ആയിട്ട് പോകും. ഒരു കുന്ന് മറ്റേ സ്ഥലത്തേക്ക്, ഒരു സൈഡിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകണം, ആദ്യം കാരണം, പിന്നെ ഇറക്കമല്ലേ ഒരു പിരമിഡിന്റെ സൈസിന്റെ. അപ്പോൾ ആദ്യം ആ കയറ്റത്തിൽ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, വീഴാതെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ജേണി വളരെ സ്മൂത്താണ്. അപ്പോൾ നിഷ്ഠ, രുചി, ആസക്തി, ഭാവപ്രേമ അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്. അപ്പോ ഡിവോഷണൽ സർവീസിൽ ഭഗവാൻ വാസുദേവനെ നമ്മുടെ ഉപാസിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കൃഷ്ണാവബോധത്തിൽ. പക്ഷെ ഗ്രേറ്റ് സേജസ്, ഋഷിവര്യന്മാര്, ജ്ഞാനികള്, അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് സെൻസ് കൺട്രോൾ. നമ്മൾ സെൻസ് കൺട്രോൾ ചെയ്താൽ മാത്രം പോരാ, ആ സെൻസസിനെ വേറെ എവിടെയെങ്കിലും എൻഗേജ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ സെൻസ് കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികളെ എന്തെങ്കിലും കളിക്കോപ്പ് കൊണ്ട് കളിക്കുകയാണ്, അത് എന്തെങ്കിലും മുറി വരുത്തുന്ന അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള കളിക്കോപ്പാണെങ്കിൽ അതിനെ എടുക്കല്ല ചെയ്യേണ്ടത്, പെട്ടെന്ന് സ്നേച്ച് ചെയ്യല്ല വേണ്ടത്. നന്നായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് വേറെ എന്തെങ്കിലും കളിക്കോപ്പ് കൊടുത്ത് അതിനെ മറ്റേ കളിക്കോപ്പിനെ നമ്മൾ മേടിക്കണം. അപ്പൊ നമ്മള് സെൻസസിനെ കൺട്രോൾ ചെയ്താൽ പോരാ. വിഷയാമിനി വർത്തന്തേ, വിഷയാമിനി വർത്തന്ത നിരാഹാര ദേഹിന രസോവർജും രസോപ്യസ്യ. What is that last line? എന്താ അത്? പരം ദൃഷ്ടാണ്. അതായത് നമ്മളുടെ വിഷയങ്ങളിൽ നിന്ന് നമ്മളുടെ അതായത് സെൻസ് ഒബ്ജക്ട്സ് സെൻസസ് വിഡ്രോ ചെയ്താൽ മാത്രം പോരാ. അതായത് ആ ടേസ്റ്റ്, രുചി അപ്പോഴുണ്ടായിരിക്കും. നമ്മൾ ജബർദസ്തി ഫോഴ്സ്ഫുള്ളി
നമ്മൾ അതിന്ന് വിഡ്രോ ചെയ്താൽ പോരാ. പക്ഷെ അതിനെ വേറെ എന്തെങ്കിലും ഹയർ ടേസ്റ്റിൽ നമ്മൾ നിക്ഷേപിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ വിഡ്രോ ചെയ്താലും നമ്മുടെ ആ രുചി അവിടെ ഉണ്ട്. ടെൻഡൻസി ടു എൻജോയ് സ്റ്റിൽ ദർ. അപ്പൊ ആരാണോ കൃഷ്ണ കോൺഷ്യസ് പരം ദൃഷ്ട അല്ലെ, കൃഷ്ണ കോൺഷ്യസ് ഫിക്സ് ആയിട്ടിരിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും രസോവർജ്ജ രസോപ്യസ. നമ്മൾ അത് വർജിച്ചാലും ശരി, ആ ടേസ്റ്റ് അത് അപ്പോഴും ഉണ്ട് അവിടെ. അപ്പൊ അത് നമ്മൾ വർജിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനെ ഒരു ഹയർ ടേസ്റ്റിൽ നിക്ഷേപിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കാര്യം നടക്കൂ. അല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതാണ്ടോ കൺട്രോൾ ഓഫ് ദ ഫോഴ്സസ് ഓഫ് ദ സെൻസസ് ആർ എഫക്റ്റീവ്ലി ആസ് ദോസ് ആർ എൻഗേജ് ഇൻ ട്രാൻസെൻഡ് ബ്ലിസ് ബൈ സെർവിങ് ലോട്ടസ് ഫീറ്റ് ഓഫ് ദ ലോർഡ്. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്താൽ പോരാ, ആ നമ്മള് ഭഗവാന്റെ ഇന്ദ്രിയത്തിന് തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതായത് ഋഷിക്കേശ സേവനം ഭക്തി ഉച്ചത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതിക്ക് വേണ്ടി ശ്രമിക്കണം, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിയാണ്. അപ്പൊ അതിന്ന് നമ്മൾ അത് മാറ്റിവെച്ച് ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്താൽ അത് കൃഷ്ണാവബോധത്തിലുള്ളൊരു ഭക്തനെ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റുള്ള ജ്ഞാനികൾക്കോ കർമ്മികൾക്കോ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. So in the conditioned soul, the desire to enjoy the fruitive results of work is so deep-rooted that it is very difficult even for the great sages to control such desire, despite great endeavors. എത്ര തന്നെ പ്രയത്നിച്ചാലും അത് ബുദ്ധിമുട്ടാണ്. A devotee of the Lord constantly engaged in devoted service in Krishna consciousness, perfect in self-realization, very quickly attains liberation in the soul. അപ്പോൾ ഭക്തന്മാർക്ക് ഇത് സാധിക്കാൻ കാരണം ഭക്തന്മാരെ എപ്പോഴും ഭഗവത് സേവയിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളും തന്നെ ഭഗവത് സേവ ചെയ്യുന്നില്ല, പക്ഷെ നിർബന്ധമായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയത്തിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാണ്. പക്ഷെ ആ ഇന്ദ്രിയങ്ങൾ വേറെ എവിടെയും നമ്മൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായി, നമ്മളും അതിൻ്റെ ഒരു ഇരയായിട്ട് മാറും. നമ്മളും അതിൻ്റെ ഇരയായിട്ട് മാറും അല്ലേ. അപ്പൊ ഭക്തന്മാരാവില്ല. ഭക്തന്മാര് ആൾറെഡി അത് വിഡ്രോ ചെയ്തിട്ട് സെൻസ് ഒബ്ജക്ട് വിഡ്രോ ചെയ്തിട്ട് അതേ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ബിസി ആകുമ്പോൾ അതെല്ലാം ബാക്ക് സീറ്റ് എടുക്കും. അതാണ് വെരി ക്വിക്ലി അറ്റൈൻസ് ലിബറേഷൻ ഓഫ് ദി സുപ്രീം. So owing to his complete knowledge and self-realization, he always remains in trance. To cite an analogous example of this, darshana dhyana samsparsher masya kurma vihangamam swani apatyani pushnanti tataham api padmajam. By vision, by meditation, and by touch only do fish, the tortoise and the birds maintain their offsprings. Similarly do I also, Padmaja. അതായത് പറയുന്ന ഇവിടെ, അതായത് മത്സ്യം എങ്ങനെയാണ് അവരുടെ ഓഫ്സ്പ്രിങ്ങിനെ, അവരുടെ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്പാദിപ്പിക്കുന്നത് വെച്ചാൽ അവരുടെ വിഷൻ കൊണ്ടാണ്, നോക്കിയിട്ടാണ്, ദൃഷ്ടി മുട്ടയിട്ടിട്ട് അതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഓഫ്സ്പ്രിങ്. ഇപ്പോൾ കോഴി എന്താണ്, കോഴി അവിടെ ഇരിക്കും അല്ലേ, അതിനെ വിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മത്സ്യം എന്തായാലും ബൈ വിഷൻ, പിന്നെ മത്സ്യകൂർമ്മ ഓക്കെ ബൈ മെഡിറ്റേഷൻ, ധ്യാനിച്ചിട്ട്, മറ്റത് നോക്കിയിട്ട് മത്സ്യം, മറ്റേ കൂർമ്മ എന്ന് പറഞ്ഞ ആമ, അത് ബൈ മെഡിറ്റേഷൻ ധ്യാനിച്ചിട്ട്. ആൻഡ് മത്സ്യകൂർമ്മ വിഹംഗം ബൈ വിഷൻ, ആൻഡ് ബൈ ടച്ച് ഓൺലി ഡു ഫിഷ്. അപ്പോൾ ബൈ ടച്ചാണ് ഫിഷ്. The tortoise and the birds maintain their offspring. Similarly do I also, Padmaja എന്ന് പറയുന്നത്. പത്മജ എന്ന് പറഞ്ഞ ആരാണ് പത്മജ? അപ്പോ ഫിഷ് ബൈ, അതായത് ഫിഷ് അതായത് മത്സ്യം, സോറി ബ്രഹ്മ റൈറ്റ്. അതായത് ബൈ വിഷൻ നോക്കിയിട്ട് ദൃഷ്ടി കൊണ്ടാണ് ഫിഷ്, മെഡിറ്റേഷൻ ടോർട്ടൈസ്, ബേർഡ്സ് ബൈ ടച്ച്, അതാണ് കോഴിയർക്ക് അടയിരിക്കണം, അവരിരുന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മൂന്ന് ജീവികൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഞാൻ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ ഭഗവാൻ പറയാം സിമിലർലി ഡു ഐ ആൾസോ ഓ പത്മജ, ആരെ ബ്രഹ്മാവിനോട് പറയാം.
The fish brings up its offspring simply by looking at them. The tortoise brings up its offspring simply by meditation. The eggs of the tortoise are laid on land, and the tortoise meditates on the eggs while in the water. അപ്പൊ ഇതാണ് അതിന്റെ പ്രോസസ്സ്. ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളുണ്ട്, അത് പ്രകാരം തന്നെ പോകും. Similarly, the devotee in Krishna consciousness, although far away from the Lord's abode, can elevate himself to that abode simply by thinking of him constantly, by engagement in Krishna consciousness. എന്താണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്? അതായത് മത്സ്യത്തിന്റെയും ആമയുടെയും അതേപോലെ പക്ഷികളുടെയും അതിന്റെ ഉദാഹരണം കൊടുത്ത്, അതേപോലെ തന്നെ നമ്മളും ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട്, വളരെ ഭഗവാനിന്ന് ദൂരെയാണ്, ഗോല വൃന്ദാവനത്തിൽ നിന്നും വൈകുണ്ഠത്തിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് നമ്മൾ. പക്ഷെ എങ്കിലും കൂടി എങ്ങനെ അവർ വിഷനിലൂടെയും ടച്ചിലൂടെയും അതേപോലെ മെഡിറ്റേഷനിലൂടെയും എങ്ങനെ അവർ കാര്യം സാധിക്കുന്നുവോ, അതേപോലെ ഒരു കൃഷ്ണഭക്തൻ ഭഗവത് നാമത്തിലൂടെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലൂടെ നമുക്ക് സെൽഫ് റിയലൈസേഷൻ ഭഗവത് ധാമിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നു. അവർക്ക് സാധിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഫിഷ് ദൃഷ്ടി ജസ്റ്റ് ബൈ വിഷൻ, ദൂരെ നിന്നിട്ട്. അതേപോലെ നമ്മൾ ഈ ദൂരം നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കില്ലേ? ആണ് ഇവിടെ പറയുന്നത്. Similarly, devotee in Krishna consciousness, although far away from the Lord's abode, can elevate himself to that abode simply by thinking of him constantly. സ്മരണം, സ്മരണത്തിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി. റിമംബറിംഗ്. സ്മർത്തവ്യം സദം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധേ നിഷേധാസ്യൂർ ഏതയോർ ഏവ കിങ്കര. ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ബാക്കി എല്ലാ വേദങ്ങളുടെ ആ പ്രിൻസിപ്പിൾസിനെയും ഗവേൺ ചെയ്യുന്നത്, എല്ലാ വേദങ്ങളുടെയും മൂലമായിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. ഇതിന്റെ ആധാരത്തിൽ, ഈ രണ്ട് പ്രിൻസിപ്പിൾസിന്റെ ആധാരത്തിലാണ് ഈ വേദങ്ങൾ മുഴുവൻ വ്യാസദേവൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ആണ് അതിന്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ. ഏതാണ്? സ്മർത്തവ്യം സതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധാസ്യൂർ. സർവേ വിധി നിഷേധ, എല്ലാ നിയമങ്ങളും വേദങ്ങളിലുള്ള എല്ലാ യമനിയങ്ങളും ഈ രണ്ട് പ്രിൻസിപ്പിൾ ആദർശത്തിന്റെ ആസ്പദമാക്കിയിട്ടാണ്, ആദർശങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. എന്താണ്? സ്മർത്തവ്യം സതതം വിഷ്ണു, ആൾവേസ് റിമെമ്പർ കൃഷ്ണ. വിസ്മർത്തവ്യം ന ജാതുജി, നെവർ ഫോർഗെറ്റ് കൃഷ്ണ, ഒരിക്കലും കൃഷ്ണനെ മറക്കാൻ പാടില്ല. ഇതാണ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ. ഇപ്പൊ സ്മരണത്തിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാൻ പറ്റും. അതെങ്ങനെ സ്മരണം? സതതം കീർത്തനീയ സദാഹരി സതതം കീർത്തയന്തോ മാം. സതതം, അവിടെ ബ്രേക്ക് പാടില്ല. ഓക്കെ, തിങ്കളാഴ്ച ഞാൻ ചാൻഡ് ചെയ്യാം, ചൊവ്വാഴ്ച ലീവ്, ബുധനാഴ്ച ചാൻഡ് ചെയ്യാം, വ്യാഴാഴ്ച ലീവ്, അങ്ങനെ പറ്റില്ല. കോൺസ്റ്റന്റ് 24 മണിക്കൂറും. അതെങ്ങനെ സാധിക്കും? നമുക്ക് ഓരോ പഴയ കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്യണ്ടേ? യെസ്, അതെല്ലാം ചെയ്യണം. ആ സമയത്തും നമ്മളെ ഭഗവാനെ നമുക്ക് സ്മരിക്കാൻ പറ്റും. നമ്മുടെ ഏതൊരു കാര്യത്തിൽ ഇടപെടും. പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് ഇറ്റ് ഈസ് പോസിബിൾ. ഇനീഷ്യലി ഇപ്പൊ നമ്മുടെ ആദ്യമൊക്കെ ഞാൻ ഇതിൽ വന്ന സമയത്ത് ആരതി ചെയ്യുമ്പോൾ അഗർബത്തി ഇതാകും, അടുത്ത കയ്യിൽ മണിയായിരിക്കും. മണി ഇതാകുമ്പോ ഇത് മൂവിയില്ല, ഇത് ആക്കിയാൽ ഇത് മൂവിയില്ല, ഇത് ശരിയായി ഇത് ശരിയാവില്ല. പിന്നെ അത് പ്രാക്ടീസായി കുറച്ചായപ്പോ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ്. ഇതിങ്ങനെ ആകുമ്പോ ഇതിങ്ങനെ ആവില്ല, ഇതിങ്ങനെ ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ബുദ്ധിമുട്ട് വന്നാലും പിന്നെ പ്രാക്ടീസ്, നമ്മുടെ അതിന് പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ നമ്മൾ മറ്റുള്ള കാര്യത്തിലും ഭഗവാന്റെ സ്മരണ നമുക്കുണ്ടായിരിക്കും. ഭഗവാന്റെ കൃപ കൊണ്ട്, നമ്മളുടെ സ്വന്തം എഫേർട്ടല്ല, നമ്മൾ എഫേർട്ട് എടുക്കണം. താൻ പാതി ദൈവം പാതി പറഞ്ഞില്ലേ, നമ്മൾ എഫേർട്ട് എടുക്കണം. പക്ഷെ ആ എഫേർട്ട് സിൻസിയർ ആണെങ്കിൽ ഭഗവാൻ നമുക്ക് അതിനുള്ള കഴിവ് തരും. അപ്പൊ ഏതൊരു ജോലി ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഭഗവാന്റെ റിലേറ്റഡ് എന്തെങ്കിലും കാണുമ്പോൾ ഉടനെ ഭഗവാനെ സ്മരിക്കാൻ. അപ്പൊ 24 മണിക്കൂറും. അതുകൊണ്ടാണ് നമ്മൾ 14 മണി, അതായത് പകൽ സമയം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കുമ്പോൾ രാത്രി ഓട്ടോമാറ്റിക്കലി വരും. കാരണം നമ്മൾ യൂസ്ഡായി. അപ്പൊ നമ്മളുടെ കോൺഷ്യസ്നെസ് യൂസ്ഡായി, സെറ്റായി. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ
നമ്മുടെ ഞാൻ ചില ഡിവോട്ടീസിനെ കിടന്നുണ്ട് ദുബായിലും അബുദാബിയിലൊക്കെ, എപ്പോ നോക്കിയാലും അവർ നാവ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ഹരേ കൃഷ്ണ ഓം വരും, വെറുതെ ഇരിക്കില്ല അവര്. എത്ര നല്ലതറിയോ അല്ലെ? എപ്പോഴും അവർ ചാൻഡിങ് വന്നിരിക്കും, അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് പ്രാക്ടീസിലൂടെ നടക്കും, നടക്കാത്ത കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. So by engagement in Krishna consciousness, it does not feel the pangs of material miseries. അതാണ് നമ്മളുടെ ഒരു സൈഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. സൈഡ് ബെനിഫിറ്റ് എന്താണ്? നമ്മൾ അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മളുടെ മെറ്റീരിയൽ മിസറീസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഭൗതിക തലത്തിലുള്ള നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകള്, ദുഃഖങ്ങള്, വിഷമങ്ങള്, ഇതൊന്നും നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല. അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭഗവാന്റെ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഓഫീസിലെ പ്രശ്നങ്ങളും കുട്ടികളുടെ പ്രശ്നങ്ങളും പണത്തിന്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഇതിൻ്റെ ആയിട്ട് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ട പ്രശ്നങ്ങളും ഇതൊക്കെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ എന്താണ് അപ്പോ അതിന് അതായത് ധ്യായതവും വിഷയാം പുംസാം സംഘസ്തേശുപജായതേ സംഘ സഞ്ജായതേ കാമാത് ക്രോധോപിജായതേ. അപ്പോൾ നമ്മള് വിഷയങ്ങളുടെ സെൻസ് ഒബ്ജക്ട്സിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അതിനോടൊരു ആസക്തി വരും അല്ലേ? സഞ്ജായതേ കാമ. അപ്പൊ അങ്ങനെ ആസക്തി വരുമ്പോൾ എന്താണ്, നമുക്ക് അതിനോടൊരു ഡിസയർ വരും. ആ ഡിസയർ പൂർത്തീകരിച്ചില്ലെങ്കിൽ ദേഷ്യം വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനാണോ ധ്യാനിക്കുന്നത്, അപ്പൊ അതിൽ മുഴുകിയിരിക്കുമ്പോൾ അതിനോടൊരു ഡിസയർ വരും, ആസക്തി വരും. അപ്പൊ ആ ഡിസയർ നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഉടനെ എന്താണ്, ദേഷ്യം വരും. അപ്പൊ കാമം, ഡിസയർ നടന്നിട്ടില്ലെങ്കിൽ, നമ്മൾ നടന്നില്ലെങ്കിൽ ദേഷ്യം അല്ലെ? പിന്നെ ക്രോധാത് ഭാവ സമോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്തിന് പിന്നെ അടുത്ത് എന്താണ്? ക്രോധാത് ഭവതി സമോഹ, ടോട്ടൽ കൺഫ്യൂഷൻ, ഡെല്യൂഷൻ. സമോഹ സ്മൃതി വിഭ്രമ, അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മുടെ റിമംബറൻസ്, നമ്മുടെ ഓർമ്മശക്തി നശിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എന്ത് ശരി, എന്ത് തെറ്റ്, എവിടെ എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം, ആ ഒരു ബുദ്ധിഭ്രമത നമുക്ക് തന്നു. ബുദ്ധിഭ്രമത വന്നാൽ എന്താ ചെയ്യാ? സമൂഹ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശവും. ഇന്റലിജൻസ് വർക്ക് ചെയ്യില്ല. ട്യൂബ് ലൈറ്റ് അല്ല, മെർക്കുറി ലൈറ്റ് ആവും പിന്നെ അല്ലേ? ട്യൂബ് ലൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ കത്തും, മെർക്കുറി ലൈറ്റ് കുറെ സമയം എടുക്കും. വേണ്ട സമയത്ത് നമ്മുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്താ? നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുക അല്ലേ? സംഭവിക്കുന്നത് അങ്ങനെയാണ്. അയ്യോ എല്ലാം അയ്യോ ആ സമയത്ത് അങ്ങനെ പറയാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, എല്ലാം കഴിഞ്ഞ് എല്ലാം നശിപ്പിച്ചിട്ട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് ബുദ്ധി വരില്ല. അതാണ് കാരണം നമ്മളുടെ ധ്യായതവും വിഷയാം പുംസ, അതാണ് കാരണം. പിന്നെന്താ? സമൂഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധി പോയാണ്ട് പിന്നെ എല്ലാം നശിച്ചു. നമ്മൾ ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യില്ല, പറയേണ്ടത് പറയില്ല, പറയാൻ പാടില്ലാതെ പറയും. ഇതൊക്കെ സംഭവിക്കും. അങ്ങനെ പ്രശ്നം വരും. എല്ലാറ്റിലും നമുക്ക് വിഷമം, ബുദ്ധിമുട്ട്, ദുഃഖം മാത്രമേ ഉണ്ടാവും. അപ്പോൾ മെഡിറ്റേഷൻ, ധ്യാനിക്കുക. എന്തിനു ധ്യാനിക്കണം? ഭഗവാന്റെ നാമത്തിൽ ധ്യാനിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ ശ്രവിക്കുക, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കും, അതേപോലെ ഭഗവാന്റെ കൃപയും കിട്ടും. അപ്പൊ നമുക്ക് എന്ത് മിസറീസ് വന്നാലും ശരി, ഭൗതിക തലത്തിൽ എന്ത് മിസറീസ് വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും. കാരണം ഭഗവാന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ, ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, ഓക്കെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് കമ്പനിയിൽ ജോലി ചെയ്യാണ്, അത് ആ കമ്പനിയുടെ ഉടമസ്ഥനും അറിയാം, അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന. അപ്പോൾ ആ എംപ്ലോയിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ആ എംപ്ലോയർ സഹായിക്കും ഇല്ലേ? അതേപോലെ ഭഗവാന് വേണ്ടി നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഭൗതിക തലത്തിലോ ഏത് തരത്തിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭഗവാൻ അല്ലാണ്ട് ആരും നമ്മളെ സഹായിക്കുക.
തീർച്ചയായിട്ടും ഭഗവാൻ അതിൽ ഇടപെടും. കാരണം ഭഗവാന്റെ സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള മിസറീസ് വന്നാലും നമ്മളെ ബാധിക്കില്ല. നമുക്ക് മിസറീസ് വരില്ല എന്നല്ല പറയണത്, മിസറീസ് വരും, എല്ലാവർക്കും വരുന്ന പോലെ നമുക്ക് പക്ഷെ അതിനെ കൈകാര്യം ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഹി ഡസ് നോട്ട് ഫീൽ ദ പാങ്സ് ഓഫ് മെറ്റീരിയൽ മിസറീസ്. ദിസ് സ്റ്റേറ്റ് ഓഫ് ലൈഫ് ഇസ് കോൾഡ് ബ്രഹ്മ നിർവാണ. ഇപ്പൊ ഇതിനാണ് ബ്രഹ്മ നിർവാണം എന്ന് പറയുന്നത്. ഓർ ദ ആബ്സെൻസ് ഓഫ് മെറ്റീരിയൽ മിസറീസ് ഡ്യൂ ടു ബീങ് കോൺസ്റ്റന്റ്ലി ഇമേഴ്സ്ഡ് ഇൻ സുപ്രീം. ഇതാണ് ശ്ലോകം 26. ബ്യൂട്ടിഫുൾ പർപ്പോർട്ട് പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ചോദ്യമുണ്ടോ? എന്തെങ്കിലും കമന്റ്സ്? അല്ലെങ്കിൽ അടുത്ത 2 ശ്ലോകം കൂടി എടുക്കാം. സമയമുണ്ടോ? അതോ നമ്മള് ദാമോദരാത്തി ചെയ്യണം? 19 ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. എടുക്കാം പ്രഭു. 18 പ്രഭു ശരി. 18 ഓക്കെ. അപ്പൊ 27, 28 കൂടി എടുക്കാം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യം ചക്ഷുസ് ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യാന്തരചാരിണോ യതേന്ദ്രിയാ മനോ ബുദ്ധിർമുനിർമോക്ഷാപരായണ വിഗത്തേച്ഛാ ഭയാ ക്രോധോ യസദാ മുക്ത ഏവ സാ. മഞ്ജു മാതാജി, സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷു ശൈവാന്തദേവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണോ യതേന്ദ്രിയാ മനോ മുനിർമോക്ഷാപരായണഃ വിഗതേച്ഛാ ഭയാ ക്രോധോ സദാ മുക്ത ഏവ സാ. അതിന്റെ ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. വായിച്ചു. വിവർത്തനം ഭാവാർത്ഥം by His Divine Grace അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ബാഹ്യ വിഷയങ്ങളെയെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരിബോൾ. Shutting out all external sense objects, keeping the eyes and vision concentrated between the 2 eyebrows, suspending the inward and outward breaths within the nostrils, and thus controlling the mind, senses, and intelligence. The transcendentalist aiming at liberation becomes free from desire, fear, and anger. One who is always in this state is certainly. അപ്പോൾ ഒരു ധ്യാനയോഗിയുടെ കാര്യമാണ് പറയുന്നത്. ഭഗവാൻ അർജുനന് ഒരു ധ്യാനയോഗി, ഇനി അടുത്തത് ചാപ്റ്റർ അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിലൂഡായിട്ടാണ് ഇപ്പം അത് പറയുക. കാരണം ഇത് കഴിയാറായി. ഈ അധ്യായം കഴിയാറായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രിലൂഡായിട്ട് ധ്യാന യോഗത്തിനെ പറ്റിയിട്ട് അതിൽ തന്നെ തുടങ്ങി വെക്കുകയാണ്. ഒരു യോഗി, ധ്യാനയോഗി എങ്ങനെയാണ് ഭഗവാനിൽ എത്തിച്ചേരുന്നത്, എങ്ങനെയാണ് മുക്തി പ്രാപിക്കുന്നത് പറയാണ്. എന്നാണ് ഷട്ടിങ് ഔട്ട് ഓൾ എക്സ്റ്റേണൽ സെൻസ് ഒബ്ജക്ട്സ്. ഓക്കെ. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അതിനെ വിഡ്രോ ചെയ്യണം. എങ്ങനെ ഒരു ആമ തൻ്റെ ലിംസിനെ, തൻ്റെ അവയവങ്ങളെ ശത്രുക്കൾ വരുമ്പോൾ അതിനെ വിഡ്രോ ചെയ്തിട്ട് റിട്രാക്ട് ചെയ്തിട്ട് തൻ്റെ ആ ഷെല്ലിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നത്, അതേപോലെ നമ്മളും ഇന്ദ്രിയ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും നമ്മുടെ വിഡ്രോ ചെയ്യണം നമ്മുടെ സെൻസസ്. അപ്പൊ അതെങ്ങനെയാണ് ഈ അഷ്ടാംഗ യോഗത്തിലൂടെ നടക്കുന്നത്. അപ്പൊ അത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സൊന്നും നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല, ആ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്താണ്? കീപ്പിംഗ് ദ ഐസ് ആൻഡ് വിഷൻ കോൺസെൻട്രേറ്റഡ് ബിറ്റ്വീൻ ദ 2 eyebrows. അപ്പോൾ നമ്മളുടെ
വിഷൻ, നമ്മുടെ കണ്ണിൻ്റെ ആ വിഷൻ, അത് ഈ ഐബ്രോസിന്റെ ഇടയിൽ നമ്മൾ കേന്ദ്രീകരിക്കണം. എന്നിട്ട് ഹാഫ് ക്ലോസ് ആയിട്ട് ഉറങ്ങാൻ പാടില്ല. എന്നിട്ട് മൂക്കിന്റെ തുമ്പത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു 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 10 സെക്കൻഡ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. തലവേദന വരും അല്ലേ? 10 സെക്കൻഡ് ഇങ്ങനെ വർഷങ്ങളോളം ധ്യാനിക്കുന്ന യോഗിമാരുണ്ടായിരുന്നു. ഇന്ന് നടക്കില്ല. നമ്മുടെ മനസ്സിനെ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റില്ല. മനസ്സ് ചഞ്ചലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ നമ്മൾ മെക്കാനിക്കലി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സ് ഓഫീസിലും വീട്ടിലും അവിടെ ഇവിടേക്ക് ആയിരിക്കും അല്ലേ? അപ്പൊ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ സ്റ്റിൽ ഭഗവാൻ ഈ പ്രോസസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, സോ ഷട്ടിങ് ഔട്ട് all external sense objects, keeping the eyes and vision concentrated between the two eyebrows, suspending the inward and outward breath. അപ്പോൾ നമ്മളുടെ ബ്രെത്ത് കൺട്രോൾ, ബ്രീതിങ് ടെക്നിക്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്, ശ്വസിക്കുന്നതും ശ്വാസം വലിക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യണം. അതിന് വിത്തിൻ ദ നോസ്ട്രിൽസ് വെക്കണം. ആൻഡ് ദസ് കൺട്രോളിങ് ദ മൈൻഡ്. അങ്ങനെ അപ്പോഴേ നമ്മുടെ മനസ്സിനെ കൺട്രോൾ, അല്ലെങ്കിൽ മനസ്സ് ഓടിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, വ്യതിചലിക്കില്ല. അതേപോലെ ഇന്ദ്രിയങ്ങളും അതേപോലെ ബുദ്ധിയും. അങ്ങനെ ചെയ്യുമ്പോൾ ട്രാൻസിഷനിൽ എയിമിങ് അറ്റ് ലിബറേഷൻ, ഇത് എന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടിയിട്ട്. ബിക്കംസ് ഫ്രീ ഫ്രം ഡിസയർ. അപ്പോൾ ഭൗതിക തലത്തിലുള്ള യാതൊരു ആഗ്രഹങ്ങളും, പേടി ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല. വൺ ഹു ഈസ് ഓൾവേസ് ഇൻ ദിസ് സ്റ്റേറ്റ് ഈസ് സഡൻലി ലിബറേറ്റഡ്. അപ്പോൾ ധ്യാനയോഗത്തിന്റെ ഒരു തുടക്കം ഇവിടെ പറഞ്ഞു തരാണ്. So being engaged in Krishna consciousness, one can immediately understand one's spiritual identity, and then one can understand Supreme Lord by means of devotional service. ഇതൊന്നും ആവശ്യമില്ല. പലപ്പോഴും പ്രഭാത പറയുന്നത് നമ്മൾ കൃഷ്ണാവപത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ സേവനം അനുഷ്ഠിച്ചിട്ട് നമുക്ക് ഇതേ കാര്യം, ഇതേ നമ്മളുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റും എന്നാണ്. When one is well situated in devotional service, one comes to the transcendental position, qualified to feel the presence of the Lord in the sphere of one's activity. This particular position is called liberation in the Supreme. After explaining the above principles of liberation in the Supreme, the Lord gives instruction to Arjuna as to how one can come to that position by the practice of the mystic Samoro Yoga, known as Ashtanga Yoga, which is divisible into the 8-fold procedure called Yama, Niyama, Asana, Pranayama, Pratyahara, Dharana, Dhyana and Samadhi. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത 6ാമത്തെ അധ്യായത്തിൽ ഈ അഷ്ടാംഗ യോഗത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. അപ്പൊ എന്താണ് ഈ 8-fold അഷ്ട അംഗ, 8 limbs ഓഫ് ധ്യാന. ഓക്കെ, അതാണെന്ത്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അപ്പോൾ അത് എന്താണ്? ഈശ്വര സാക്ഷാത്കാരത്തിനാണ്. പക്ഷെ പല ആൾക്കാരും ഇതെല്ലാം ചെയ്യുന്നത് മിസ്റ്റിക് പവറിന് വേണ്ടിയിട്ടാണ്. അത് വീണ്ടും മെറ്റീരിയലായി. സോ ഇൻ ദ 6th chapter, സബ്ജക്ട് ഓഫ് യോഗ ഇസ് എക്സ്പ്ലിസിറ്റ്ലി ഡീറ്റെയിൽ. 6ാമത്തെ അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 5th ഇറ്റ് ഈസ് ഓൺലി പ്രിലിമിനറി എക്സ്പ്ലെയിൻ. അപ്പൊ ഇത് അവസാനത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്ററിന്റെ അവസാനം ഒന്ന് ഒരു ഇൻഡിക്കേഷൻ തന്നു മാത്രം. So one has to drive out the sense objects such as sound, touch, form, taste and smell by the pratyahara process. And the pratyahara withdrawal. Okay? നമ്മളുടെ ഈ സെൻസ് ഒബ്ജക്ട്സ് ആണ് സൗണ്ട്, ടച്ച്, ഫോം, ടേസ്റ്റ്, സ്മെൽ. അതായത് ചെവി, അല്ലെ, സ്കിന്ന്, ഐസ്, ടങ്, ഇതെല്ലാം നമ്മുടെ സെൻസസ്. അതിന്റെ കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്സ് ആണ് ഇതൊക്കെ. അപ്പൊ അതൊന്നും നമ്മൾ വിഡ്രോ ചെയ്യണമെന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നടക്കുള്ളൂ. അഗെയിൻ എന്താ പറയുന്നത്? ആൻഡ് ദെൻ കീപ് ദ വിഷൻ ഓഫ് ദ ഐസ് ബിറ്റ്വീൻ ദ 2 eyebrows ആൻഡ് കോൺസെൻട്രേറ്റ് ദ ടിപ്പ് ഓഫ് ദ നോസ്. മൂക്കിന്റെ ടിപ്പിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് വിത്ത് ഹാഫ് ക്ലോസ് ലിഡ്സ്, കണ്ണ് പകുതി അടയാൻ പാടുള്ളൂ, ഉറങ്ങാനും പാടില്ല. അത് ആരെങ്കിലും ശ്രമിച്ചു നോക്കണോ? കാട്ടിലൊക്കെ പോയിട്ട്. So there is no benefit in closing the eyes altogether, because then there is every chance of falling asleep. So nor is that benefit in opening the eyes completely. അത് കംപ്ലീറ്റ് തുറക്കാനും പറ്റില്ല, അടയ്ക്കാനും പറ്റില്ല. ഹാഫ്.
because then there is the hazard of being attracted to full തുറന്നാൽ നമ്മൾ പുറമെ പല കാര്യങ്ങളും നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങൾ കണ്ടാൽ നമ്മുടെ അറ്റൻഷൻ പോകും. മുഴുവൻ അടച്ചാൽ നമ്മൾ ഉറങ്ങും ചെയ്യും. അതുകൊണ്ട് ഹാഫ് ക്ലോസ് പറയും. മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണ്, മനസ്സിനെ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോൺസെൻട്രേഷൻ ടിപ്പ് ഓഫ് ദ നോസിൽ. So the breathing movement is restrained within the nostrils by neutralizing the up moving and down moving air within the body. By practice of such yoga, one is able to gain control over the senses, refrain from outward sense objects, and thus prepare oneself for liberation in the Supreme. This yoga process helps one become free from all kinds of fear and anger. അപ്പൊ നമുക്ക് പേടി, ദേഷ്യം ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളെല്ലാം മുക്തരാവും. And thus feel the presence of the super soul in the transcendental situation. In other words, Krishna consciousness is the easiest process of executing yoga principles. This will be thoroughly explained in the next chapter. A Krishna conscious person, however, being always engaged in the devote service, does not risk losing his senses to some other engagement. അപ്പോൾ കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തന് ഇതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് ഇതിൽ ഒരു റിസ്കും ഇല്ല. കാരണം അവർ ഓൾറെഡി എന്താണ് ഭഗവാന്റെ സേവനത്തിൽ അവരുടെ ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യുന്നുണ്ട്. അത് മതി, അത്രേ ഉള്ളൂ. അതും നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ സത്യയുഗത്തിലും ഒന്നല്ല. സത്യയുഗത്തിലെ പ്രോസസ്സാണിത്. So this is the better way of controlling the senses than by Ashtanga Yoga. പ്രഭാതപ്പം വളരെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ ഭക്തിയോഗ ചെയ്യുന്നത്. അഷ്ടാംഗ യോഗ നമുക്ക് പറഞ്ഞതല്ല, ഈ യുഗത്തിൽ പറഞ്ഞതല്ല. അതിനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ യുഗത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഭഗവാൻ അർജുനന്റെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞത് മാത്രം. അർജുനന്റെ അറിവിലേക്ക് നമ്മളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോസസ്സും ഉണ്ട്. പക്ഷെ ഈ യുഗത്തിലല്ല, അത് സത്യയുഗത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സാണ്. ഇന്നത്തെ യുഗത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഭക്തിയുഗ സേവനം തന്നെയാണ് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു തരാണ് ഇവിടെ. വാഞ്ചാകൽപതരുഭ്യസ്യ കൃപാസിന്ധുഭ്യവ ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय. प्रभुपाद की जय. गुरु महाराज की जय. ताय गो प्रेमानंदे. हरि हरि बोल. हरे കൃഷ്ണ. സോ അടുത്തത് 29 അടുത്ത ആഴ്ചയിൽ അടുത്ത ക്ലാസ്.